യൂട്യൂബ് വീഡിയോസിലൂടെ എന്നെ ഇത്രയധികം കൊതിപ്പിച്ച ഒരു കറി വേറെ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഓരോ തവണ വീഡിയോസ് കാണുമ്പോഴും ദേ ഇന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴാട്ടോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ദേ അതിന് വേണ്ടി ആകെ വേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച മാങ്ങ നോക്കി എടുത്ത് വെക്കുക. നമ്മളീ പറഞ്ഞു തരുന്നതേ അങ്കമാലി മാങ്ങക്കറിയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണേ. വേണ്ട സാധനങ്ങൾ ദേ ഈ കാണിച്ചതൊക്കെയാണ്. അപ്പോൾ ദേ മാങ്ങ അരിഞ്ഞ് ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വിനീഗർ, കുറച്ച് എണ്ണ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമ്മുടെ കൈ തന്നെ ആയുധം നല്ലോണം അങ്ങോട്ട് തിരുമുക. ആരോടെങ്കിലുമുള്ള ദേഷ്യമേ ഇതിലങ്ങ് തീർത്തോ കേട്ടോ. അത്ര പെർഫെക്റ്റായിട്ട് തിരുമിയെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങാക്കൊട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. അത് പറ്റി വരുമ്പോഴേക്കും തേങ്ങയുടെ ഒന്നാം പാലൊഴിച്ച് അധികം അങ്ങോട്ട് തിളയ്ക്കാതെ കുറുക്കിയെടുത്ത് ദേ ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി. ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കറിവേപ്പിലയും ഇല്ലായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അത്ര ടേസ്റ്റായിരുന്നു. അപ്പോൾ ബൈ.